പ്രിയപ്പെട്ട സജി, എന്റെ എത്രയും സ്നേഹം നിറഞ്ഞ ഹരി, നിങ്ങളുടെ ഫിലിം വർക്കിന്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്നല്ലോ. നന്നായി, ഒരുപാട് സന്തോഷമായി. പക്ഷേ എനിക്ക് വരാൻ കഴിയില്ല. പിന്നെ മൂവിയുടെ പേര് അതെനിക്ക് വല്ലാതെ ബോധിച്ചു. മാത്രമല്ല ഒരുപാട് ഇഷ്ടമായി. ഭണ്ഡാരം തീർത്തും വ്യത്യസ്തമായൊരു പേര്. ഒരുപാട് അർത്ഥാന്തരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന നാമത്തെ ഭണ്ഡാരം. കാണിക്കുവഞ്ചിന്നും പറയും. സത്യത്തിൽ സർവേശ്വരന്റെ പാതാരബിന്ദങ്ങളായാണ് സാധാരണക്കാർ ഇതിനെ കാണുന്നത്. ഭക്തരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ കേന്ദ്രഭാവം അതാണ് ഭണ്ഡാരം. എല്ലാവരും ഭണ്ഡാരത്തിൽ കാണിക്ക സമർപ്പിക്കുന്നു. ആരിടുന്നു, എന്തിടുന്നു എന്നുള്ളതല്ല. ഉള്ളവനും ഇല്ലാത്തവനും, കള്ളനും പോലീസും, കൊലപാതകിയും ജഡ്ജിയും രോഗികളും ഡോക്ടർമാരും, ഭാനഭംഗപ്പെടുത്തിയവരും അതിനിരയായവരും, പണ്ഡിതരും പാമരരും, വിദൂഷകനും മന്ത്രിയും രാജാവും സാമാന്യ ജനങ്ങളും, അവർക്കൊന്നും ഭണ്ഡാരം വിദൂരതയിലല്ല, തന്റെ കൈപ്പടിയിലാണ്. 100% പലിശ വിരോധിയായ ഈ ഭണ്ഡാരത്തിന് ആരോടും ഒരു പരാതിയോ ഒരു പരിഭവമോ ഇല്ല. ഏതായാലും സാധാരണക്കാരിൽ സാധാരണക്കാരായ പ്രാദേശിക കലാകാരന്മാരെ ഉൾപ്പെടുത്തി നല്ലൊരു ചിത്രത്തിന് വഴിയൊരുക്കിയ എല്ലാ സുമനസ്സുകൾക്കും, അതിലേറെ ശ്രീ സജിക്കും സംവിധായകൻ ശ്രീ ഹരിസാറിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരാണ്. മഹാദേവന്റെ ശ്രീകുടം കൊണ്ടു ഞാനോ മന ഉണ്ണിയുടെ നാവോറു പാടുന്ന നേരത്ത് നാഗശാപങ്ങളും പക്ഷിദോഷങ്ങളും പർവ്വദോഷങ്ങളും കണ്ണേറും കരിനാക്കും പാടി ഒഴിക്കുന്നേ. ശ്രീ മഹാദേവന്റെ ശ്രീകൂടം
വീണാന്ന് കുറച്ച് സാധനം വാങ്ങാൻ പോവാ. മൂപ്പർക്ക് ഒരു സഹായാവില്ലേ? എന്നാ ശരി. ഇതാണ് നമ്മുടെ കഥാനായകൻ. കയ്യും കാലും ഇല്ലെങ്കിലും പരസഹായം ചെയ്യാനാണ് അയാളുടെ മനസ്സ്. അത് പിന്നെ ഒരുപക്ഷെ കാലത്തിന്റെ ബാക്കി പത്രമാവാം. അപ്പൊ തുടങ്ങാം. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുവാർന്നേ, കിളികൾ എന്താ വേണ്ടേ? മോനെന്താ വേണ്ടേ? എനിക്ക് ജ്യൂസ് മതി. ജ്യൂസ് ഉണ്ടോ? മോരും വെള്ളം ഉണ്ടോ? ജ്യൂസും ഇല്ല, മോരും വെള്ളവും ഇല്ല, ഒന്നുമില്ല. ഇപ്പം വെറും ചായ മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ഒരു ചായ എടുക്കാം. എങ്കിൽ അത് മതി. ഒരു ചായ, മോനൊരു ചായ.
കഴിഞ്ഞ കൊല്ലം തറകെട്ടിയ ആളല്ലേ ഇത്? അതെ അതെ ഈ പ്രാവശ്യം മോനെയും കൂട്ടിയോ? അതെ മോനെ. ചെറിയും കാണാ, അച്ഛന്റെ കളിയും കാണാ അല്ലേ? അച്ഛാ ദേ നോക്കിക്കേ, ആ ചേട്ടനൊരു കയ്യും ഇല്ല കാലും ഇല്ല. പാവം, അങ്ങനെ ഒരു ജന്മം. പാവല്ല അച്ഛാ. പാവായി പോയി. അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇയാൾക്ക് കയ്യും കാലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അയാൾക്കെന്ത് പറ്റി? അയാളെ ഭാര്യ ഇട്ടുവെച്ച് പോയപ്പോ അയാള് നാട് വിട്ടു. ലാസ്റ്റ് ട്രെയിനിന്റെ മുമ്പ് ചാടിയപ്പോ അയാളെ കയ്യും കാലും പോയി. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കൂ, ആ തോർത്ത് കിട്ടുന്നത് എന്തെങ്കിലും എന്റെ അടുത്ത് കൊണ്ടുത്തരൂ, ഞാൻ വല്ലതും കൊടുക്കും. അതും കഴിച്ച് മൂലക്ക് ചുരുണ്ടുകൂടി കിടക്കും. മൊയ്തുവിന്റെ പണ്ടൊരു മൊഞ്ചത്തിയായിരുന്നു. പറഞ്ഞിട്ടെന്താ, എപ്പോഴും ദുഃഖിച്ചിരിക്കാൻ അവൾക്ക് വിധിച്ചത്. വീടും കെട്ടിയ പെണ്ണിനെയും നോക്കാതെ കിട്ടുന്ന കാശെല്ലാം കളിസ്ഥലത്ത് കൊടുക്കും. ഇല്ല മാമ, രാവിലെ പോയതാ. ഓനല്ലെങ്കിൽ അങ്ങനെ തന്നെയാ. എന്തെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് വരുന്ന പരിപാടിയില്ല. എന്താ ചെയ്യാൻ? നിന്റെ പടച്ചോനെ, ഓന്റെ കാര്യം ഈ ബേജാറാവുണ്ട്. ഓന്റെ കളി ഇന്നത്തോടെ ഞാൻ നിർത്തും. കുട്ടിക്കളി ഇന്നത്തോടെ കൂടി അവസാനിപ്പിക്കണം. ഈ പറ്റിക്കൊണ്ടോ പെണ്ണാള്, ഓനെ പെണ്ണാള്. ഓറഞ്ച് നല്ലോണം പോലെ നോക്കിയില്ലെങ്കില് വേറെ ആള് കൊണ്ടുപോകും. മനസ്സിലായതാ നമുക്ക് പഴയ. അങ്ങനെ മൊയ്തുവിന്റെ മാമൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഉത്സവത്തിന് വളവെക്കാൻ വന്ന ചങ്ങായിന്റെ കൂടെ ഓളങ്ങ് പോയി. വളണ്ടിട്ടോ കേറി എടുത്തോളേ. അല്ല, ഓളെ കുറ്റം പറയാനും പാടില്ല. ഞങ്ങളുടെ എത്രയായി? നിങ്ങളിത് 20 രൂപ. ആ മോനെ. അപ്പ എനിക്കൊരു 10 എന്താ? രൂപ തരുമോ? എന്തിനോ? താ. ശരി ചേച്ചി.
ആ ഇരിക്കും മെമ്പറേ. പ്രിയ കുടുംബാംഗങ്ങളെ, നമുക്ക് ഈ പ്രാവശ്യത്തെ ഉത്സവം വളരെ ഭംഗിയായി നടത്തണം. നമ്മുടെ യൂണിറ്റിനാണ് ഈ പ്രാവശ്യത്തെ അന്നദാനത്തിന്റെ ചുമതല. അത് നമുക്ക് ഉഷാറാക്കാം. അല്ല, മൊയ്തുവിന്റെ വീടിന്റെ കാര്യമോ? ഓനിനി വീടും കൂടി കൊടുക്കായിട്ടാ? ഓനെന്തിനാ നമ്മളെ വീട് വെച്ചു കൊടുക്കണ? അവന്റെ സ്വഭാവം കൊണ്ടല്ലേ എങ്ങനെയൊക്കെ ആയത്? ഓളിട്ടേച്ച് പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത്? ഓളത്ര ശരിയൊന്നുമല്ല. നിങ്ങൾ അവന്റെ ഭാഗം പിടിച്ചോളി. കുടുംബശ്രീ അതിലൊരു സ്ത്രീത്വണ്ടേ. നമ്മൾ വിചാരിക്കുന്ന സ്ത്രീത്വമല്ല അത്. പിന്നെ അങ്ങനെയാണല്ലോ. കുടുംബശ്രീ ആണെങ്കിലും തൊഴിലുറപ്പാണെങ്കിലും എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് അത് പറഞ്ഞില്ലെങ്കിൽ അവർ കൊടുക്കുന്നു. അതാണ് കുടുംബശ്രീ. കണ്ണാതെ ഓരോന്ന് പറഞ്ഞ സമയം കളയല്ല. ഒരു കാലത്ത് നമ്മുടെ ഒരു അംഗമായിരുന്നല്ലോ. മെമ്പറെ, പഞ്ചായത്തിൽ നിന്ന് വല്ല ആനുകൂല്യം സഹായം കിട്ടുമോ? നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾ നടത്ത്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഈ മീറ്റിങ്ങിന് ലളിതേച്ച് വന്നില്ലല്ലേ? മോന്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി പണിക്കരത്ത് പോവാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. വരൂ, വന്നോളൂ, ഇരിക്കൂ. എന്താ വിശേഷം? ഇതിൻ്റെ കൂട്ടുകാരനല്ലേ? ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒന്ന് നന്നായി. നിങ്ങളുടെ മോളിന് ഇപ്പോഴും ഇങ്ങനെ തന്നെ. വഴിപാടൊക്കെ ഷീട്ടാക്കി ഞാൻ തരാം. കൊടിയും വലിയ നിർത്തിയാൽ തന്നെ ഒന്ന് നന്നാവും. മോൻ്റെ നക്ഷത്രം ഇതുകൊണ്ട് ശരിയാവുമായിരിക്കില്ലേ പണിക്കരെ? ഇതാ ദക്ഷിണ. എന്നാ വരട്ടെ. എന്തൊക്കെയാ മാഷി വിശേഷങ്ങള്? സുഖം തന്നെ. നാടകത്തിന്റെ ഡ്രസ് എടുക്കാൻ നാടകമെല്ലാം എവിടെ എത്തി? കുട്ടികളൊക്കെ ഉഷാറാണല്ലോ, അതുകൊണ്ട് ഉഷാറായി പോകുന്നു. നാടകത്തിന്റെ കഥ എന്താ? നമ്മുടെ മൊയ്തുവിന്റെ കഥ, നമ്മുടെ നാടിന്റെ കഥ തന്നെ. ഡാൻസും നാടകവും മാത്രമേ ഉള്ളൂ? അല്ല, കുറെ പരിപാടി. കാത്തൊന്ന് മുഷിഞ്ഞോ ഗീതേ? ശരി ചേച്ചി. എന്താ ചേച്ചി വൈകിയേ? വീട്ടിൽ നേരത്തെ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ മകൻ. ഇപ്പൊ പോയതേ ഉള്ളൂ. അവന് പണ്ടത്തെക്കാളും മെച്ചമുണ്ട്. എന്നാലും ഇപ്പോഴും ഉണ്ട് കുടിയും കളിയും ഒക്കെ. ഇവന്റെയൊക്കെ ജീവിതം നോക്ക്, എന്ത് കഷ്ടാണ്. ഇതിനേക്കാൾ നല്ല ജീവിതമാണ് നമുക്ക്. നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. മുൻപേ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു അവൻ. നമ്മളെ മൊയ്തുവിന്റെയാണല്ലേ വരുന്നത്? എന്നെ പറ്റി കുറ്റം പറയാല്ലേ എല്ലാരോടി? മൊയ്തുവിന്റെ ആളല്ലേ എന്ന് പറഞ്ഞ് കുറ്റം പറയാണോ? ഈ വർഷത്തെ ഉത്സവത്തിന് ഇനി ആരൊക്കെ പോകുന്നു ആർക്കറിയാം. എന്നെ കൂട്ടൂല തിരുവാതിരക്ക്? ആർക്ക് വേണമെങ്കിലും കൂടാലോ തിരുവാതിരക്ക്. മോളെ, നല്ലപോലെ അരമണ്ഡലം പിടിച്ച് കളിക്കും മക്കളെ. എന്നാലല്ലേ സ്റ്റെപ്പ് ശരിയാവുള്ളൂ. സ്റ്റെപ്പ് ശരിക്കും നമ്മളെ ഇങ്ങനെയല്ലേ ഫസ്റ്റ് തുടങ്ങുന്നത്. ഇങ്ങനെ കറങ്ങി വരണ്ടേ? അതാണല്ലോ
ഒരാഴ്ചയും കൂടി അല്ലല്ലോ നമുക്ക് പരിപാടിക്ക്. കുറച്ചു നേരം വൈകിപ്പോയി. പാടാൻ ആളില്ലായിട്ടല്ലേ നമ്മൾ ഇത്ര ആൾക്കാരിവിടെ ചെയ്യുന്നില്ലേ. എന്നാ തുടങ്ങിക്കോളൂ. ഇനി ഒരാഴ്ചയും കൂടി അല്ലല്ലോ നമ്മുടെ പരിപാടിക്ക്. ഇപ്പൊ പാടാം. ഓക്കെ. പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. നിദ്ര നീങ്ങിയല്ലും പകലും മഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. നിദ്ര നീങ്ങിയല്ലും പകലും മഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. നീങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ ഒന്നും അറിഞ്ഞില്ലേ? എല്ലാം എടുത്തോണ്ട് പോയി. ഭണ്ഡാരം മോഷണം പോയത് അറിഞ്ഞില്ലേ? ഭണ്ഡാരം മോഷണം പോയി. മെമ്പറെ കാണാൻ പോവാ. അവിടേക്ക് അവിടെ ഉണ്ടല്ലേ? ആ ആ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല സാർ. പുലർച്ചെ പുറത്ത് തിരി വെക്കുമ്പോഴാണ് മണ്ണെല്ലാം കൊത്തിക്കളിച്ച് ഭണ്ഡാരം നഷ്ടപ്പെട്ടത് അറിയുന്നു. സാറേ MLA അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊരു പരാതി എഴുതി അവിടെ ആയിരിക്കുന്ന അവിടെ കൊടുത്തേക്ക്. ശരി സാർ. ഞാൻ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇവിടെ പേരെഴുതി സൈൻ ചെയ്തോളൂ. എന്താ സാർ? ഞാൻ സ്ഥല SI ആണ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീടിന് മുൻവശത്തില്ല ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. ഇവിടെ CCTV ഉണ്ടല്ലോ അല്ലേ? CCTV ഫുട്ടേജ് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കതൊന്ന് പരിശോധിക്കണം. ആ വാടോ. സാറേ, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. മോനാണ് ഇതെല്ലാം നോക്കുന്നത്. അവനെ CCTVന്റെ കാര്യമൊക്കെ അറിയുന്നു. ആയിക്കോട്ടെ. അവനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എവിടെയൊന്നുമില്ല. അത് കുഴപ്പമില്ല, വേഗം ആയിക്കോട്ടെ. ഇതാ സാർ. ആ ആ എന്തായിടോ കാര്യങ്ങളൊക്കെ? ഇലക്ഷൻ അടുത്ത് വരികയാണ്. നമുക്ക് ഇതിന്റെ പേരിൽ വേറൊരു പൊല്ലാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇതൊരു മതപരമായ പ്രശ്നമാക്കി എടുക്കരുത്. അത് CCTV ഫുട്ടേജ് കണ്ടെത്തിയ ഉടനെ തന്നെ നമുക്ക്. എന്തായിരുന്നു അയാളുടെ പേര്? മൊയ്തു. അയാളെ കുറിച്ച് എന്തെങ്കിലും അന്വേഷണത്തിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അന്വേഷണം വേഗം തന്നെ എല്ലാം റെഡിയാക്കണം. ശരി മാഡം. മതപരമായ പ്രശ്നമായതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് റെഡിയാക്കണം. എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. ഓക്കെ. അവനെ കാണുന്നില്ല, ആ ഭണ്ഡാരം കാണുന്നില്ല. അതൊരു മതപരമായ പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതാണല്ലേ കാര്യം. ആ, രണ്ടാളെ കാണുന്നുണ്ടല്ലോ. അപ്പോഴേ ഇന്ന് രാത്രി പൊക്കണം. തീർച്ചയായും. പിന്നെ അരവട്ടം കേൾക്കണ്ട. അവൻ കേട്ടാലൊന്നും പ്രശ്നമല്ല. എനിക്കും പ്രശ്നമൊന്നുമില്ല. ഉത്സവം കഴിഞ്ഞതിന്റെ പിറ്റേന്നാ പണ്ടായിരത്തിൽ നിറച്ചും കാശുണ്ടാവും. തീർച്ചയായും. നമ്മൾ പൊക്കിയിട്ടില്ലെങ്കിൽ അത് വേറെ പൊക്കും. ഇന്ന് രാത്രി തന്നെ പൊക്കാം. ബാ. പിന്നെ ഒന്നുമില്ല, ബാ.
ടോർച്ച് ഇങ്ങോട്ട് അടിച്ച് എവിടെ നോക്കിയാണ് ആൾക്കാർ കേൾക്കും. നോക്കുന്നുണ്ട്. ഇത് പിന്നെ പൊളിക്കട്ടെ. അതാരവട്ടടാ അവനെ പിടിച്ചങ്ങ് മാറ്റാം. അതാണ് നന്നാവുക. അതെ അതെ. നിങ്ങൾ എടുത്ത സാധനം അതെവിടെ വെച്ചേക്ക്. അത് ദേവിയുടെ തരാം. ആശാനെ അവനെ പിടിച്ച് തള്ളു. അറിയല്ലേ അറിയല്ലേ പെട്ടെന്ന് കേരളം വെളുക്കുന്ന സ്ഥലം പെടണം. വീണ്ടും മാറണം. ഏതായി തള്ള പിടിച്ചങ്ങ് മാറ്റണം. ഞാനിപ്പോ ആറല്ല പോയിട്ട് അങ്ങ് പണിയുണ്ട്. വണ്ടിക്ക് എന്നാ പറ്റിയ ഞാൻ നോക്കട്ടെ. എടാ നീ ആ വയറൊന്ന് പിടിച്ച് കഴിക്കല്ലേ. ഡാൻസുകാരും പോയില്ലല്ലോ. ആശാനെ ആരൊക്കെയോ ഉണ്ടല്ലോ. അതെ എവിടെയല്ലോ പാട്ടെല്ലാം കേൾക്കുന്നുണ്ടല്ലോ ആശാനെ. ആശാനെ ആശാനെ അയ്യോ ഓടിക്കോ ആശാനെ. ഒറിജിനല്ലോ ആശാനെ. അയ്യോ ഓടിക്കോ ആശാനെ.
നടക്കടാ കൂടി ഓ ജീപ്പിൽ കയറടാ. രണ്ടെണ്ണത്തിന് കിട്ടിയില്ലേ? കേരടാ ജീപ്പിൽ കേരടാ അങ്ങോട്ട്. താൻ ആരെ നോക്കിക്ക, നീങ്ങിരിക്കടാ. അതാ അവരല്ലേ അത്? നിങ്ങളല്ലേ ആ ഗൾഫിലുള്ള വീട്ടുകാരി അല്ലേ? നിങ്ങളെ ലാപ്ടോപ്പ് കിട്ടിയോണ്ട് ഞങ്ങൾക്ക് കള്ളന്മാരെ പിടിക്കാൻ വളരെ ഉപകാരമായി. പക്ഷെ ഞാനിപ്പോ വരുന്നേ ഉള്ളൂ. ആരാന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ. ചേച്ചി വരുന്ന വഴിയാണല്ലേ? എന്ത് പറയാനാ മോളെ, പോലീസുകാര് വിളിച്ചു വരുത്തിയാ വരാണ്ടിരിക്കാൻ പറ്റുമോ? ഇവിടെയൊക്കെ റോഡ് പണിയാണ്. മോളിപ്പോ പാടാനൊന്നും പോകുന്നില്ലേ? ഉണ്ട് ചേച്ചി, ഉത്സവം അടുത്ത ആഴ്ചയല്ലേ, നാട്ടിൽ പോയി ഒന്ന് വരണം. ഞാൻ എന്ത് പറയാനാ മോളെ, ഞാനിനി നാളെ വൈകുന്നേരം അവിടെ എത്തും. അപ്പോ എന്നിട്ട് വേണം അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കാൻ. ചേച്ചിന്റെ വീടിന്റെ മുന്നിലല്ലേ ക്യാമറ ഉള്ളത്? ഇനി അവിടെ എത്തുമ്പോ ഒരുപാട് നേരാവൂലേ? ആ വണ്ടിയൊന്നും ഇല്ലല്ലോ, നാളെ വൈകിട്ടേ ഞാൻ അവിടെ എത്തും. നമുക്ക് ചെയ്യാൻ പറ്റണതല്ലേ ചെയ്യാൻ പറ്റൂ.
സാറേ നമുക്ക് ആ വീട്ടിലേക്ക് പോയി നോക്കിയാലോ? ആ ശരി, നമുക്ക് നോക്കാം. ആ വണ്ടി എടുത്തു. ഇതാ സാറേ എമ്മയുടെ പി എ. അല്ല, നിങ്ങളായിരുന്നല്ലേ ആ പി എ? അല്ലല്ലോ സാറേ, ഞാനിവിടുത്തെ റേഷൻ കടയിലെ ജോലിക്കാരിയാണ്. ഓ, ആകപ്പാട് കൺഫ്യൂഷൻ ആയല്ലോ. എന്താ സാറേ കാര്യം? സുരേഷ്, എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്നും ക്ലിയർ ആവുന്നില്ല. അല്ല സുരേഷ്, പിന്നെ ആ വീട്ടിൽ കണ്ടവരൊക്കെ ആരാ? ആ ഗൾഫുകാരി, MLA, അവരുടെ PA എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് സംസാരിച്ചത് നമ്മൾ കണ്ട ആരെയാ? ആ MLA ഒപ്പിട്ട പേപ്പറും എടുക്ക്. സാറേ, MLA പേപ്പറിൽ സൈൻ ചെയ്ത ഒന്നും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ചെമ്മനങ്കാവ് സ്റ്റേഷനിൽ SI അല്ലേ? ഞാൻ MLA ആണ്. ഓക്കെ ഓക്കെ, ഒരു ദിവസം കൊണ്ട് തന്നെ പ്രതികളെ പിടിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ സ്ഥലം സന്ദർശിക്കാൻ പറ്റാഞ്ഞത് ഇലക്ഷൻ തിരക്കിലായതുകൊണ്ടാണ്. വീടോ ലാപ്ടോപ്പോ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? എന്തൊക്കെയാണെങ്കിലും എനിവേ കൺഗ്രാജുലേഷൻസ്. ആ പിന്നെ മൊയ്തുവിന് നല്ല ചികിത്സയും നൽകിയല്ലേ? നിങ്ങൾ നല്ലൊരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വക ഒരു പ്രൊമോഷൻ എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ മൊയ്തു അവനെ ഹോസ്പിറ്റലാക്കിയല്ലോ, വളരെ സന്തോഷമായി. നാട്ടുകാരുടെ മനസ്സിൽ നിന്ന് രൂപപ്പെട്ടുവെന്നതാണ്, അല്ലെങ്കിൽ ഒരു വലിയ ആശയമാണ് കാവ്. ആ കാവിൽ കുടികൊള്ളുന്ന ദേവതമാരൊക്കെ തന്നെ ആ പ്രദേശവാസികൾ തന്നെ. രണ്ടും രണ്ടല്ല, മറിച്ച് ഒന്നാണ്. കാവും ഒരു കാലത്ത് കാലയുവനിക്കുള്ളിലേക്ക് മറിയും. സാധാരണക്കാരായ എല്ലാവരും അതേപോലെ തന്നെ കാലയുവനിക്കുള്ളിലേക്ക് മറിയും. കഥയും കവിതയും സാഹിത്യവും എല്ലാം.